നാം ഒരു ലോക വൈജ്ഞാനിക ശൃംഖലയുടെ ഭാഗമാകാൻ കഴിയും വിധം നമ്മുടെ നാടിൻ്റെ ഉയർച്ച ഉണ്ടാകണമെന്നാണ് ലക്ഷ്യമിടുന്നത്. വലിയ തോതിലുള്ള മത്സരാധിഷ്ഠിത സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന നിലയിൽ ശേഷിയുള്ളവർ മാത്രം മുന്നേറുക എന്നൊരു കാഴ്ചപ്പാടോടെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അവിടെയാണ് ഏതാനും പേരല്ല, നാടാകെ, നമ്മുടെ സമൂഹമാകെ ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുക, വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുക എന്ന നിലപാട് നാം സ്വീകരിച്ചിട്ടുള്ളത്. ഇതെല്ലാം സാമൂഹ്യനീതി അധിഷ്ഠിതമായി ചെയ്യണമെന്ന നിർബന്ധം സർക്കാരിനുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന വികസനത്തിൻ്റെ ആകെ സ്വാദ് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ നല്ല ഭാവി ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നാടിനെയാകെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന ലഹരി വ്യാപനം അത് ഗൗരവമായി നാം കാണണം. ആരും അതിനെ ചുരുക്കിക്കാണരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മാഫിയ ലക്ഷ്യമിടുകയാണ്. ഉദ്ദേശം നാടിനെ നിശ്ചേഷ്ടമാക്കലാണ്, തകർക്കലാണ്. ലഹരിക്കടിപ്പെടുന്ന, ഡ്രഗ്സിനടിപ്പെടുന്ന ആ കുട്ടിയും യുവാവും സമൂഹത്തിന് ഒന്നിനും പറ്റാത്ത ആളായി മാറുകയാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആരായാലും ആ ആളെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനുള്ള ശ്രമം ഫലപ്രദമായി ഉണ്ടാവുന്നു. സ്കൂളുകളെ പ്രത്യേകമായി ലക്ഷ്യമിടുന്നു. നാം അത് ഗൗരവമായി കാണണം. അധ്യാപകരും രക്ഷിതാക്കളും PTA യുമെല്ലാം തികഞ്ഞ ജാഗ്രതയോടെ ഇത് കൈകാര്യം ചെയ്യണം. ചിലപ്പോൾ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളാകാം ഇതിനിരയാകുന്നത്. അത് സാരമില്ല എന്ന നിലയെടുക്കാൻ പറ്റില്ല. അത് ഒരു രോഗലക്ഷണമാണ്. വ്യാപിച്ചേക്കാം. വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ, അതിനിരയായവരെ മോചിപ്പിക്കാൻ കഴിയണം. അതിനുള്ള ഇടപെടലുണ്ടാവണം. നിർബന്ധമായി വേണ്ടത് രഹസ്യമായി വെക്കാതിരിക്കലാണ്. എന്നാൽ ചെണ്ട കൊട്ടി നാട്ടിൽ പരസ്യപ്പെടുത്തേണ്ടതുമില്ല. അതുമായി ബന്ധപ്പെട്ടവർ അറിയണം. കൗൺസിലിംഗ് നടത്തേണ്ടതിന് കൗൺസിലിംഗ് നടത്തണം. വല്ലാതെ കടന്നുപോയെങ്കിൽ ആവശ്യമായ ചികിത്സ നടത്തണം. ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണം. കുടുംബത്തിൻ്റെ പേരും സ്ഥാപനത്തിൻ്റെ പേരും ദോഷമായി പോകുമോ എന്ന ആശങ്കയിൽ രഹസ്യമാക്കി വെക്കാൻ പാടില്ല. ഈ കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ ഈ നിർമ്മാണം പൂർത്തിയായ 30 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 12 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും
നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.